ഹായ് ഗായ്സ്, വൈഫ് ഇപ്പൊ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ രാവിലെ നമുക്കൊരു സമാധാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പോവാണെന്നുണ്ടെങ്കിൽ ഉരുപ്പുകളുടെ സകല പരിപാടിയും ഞാൻ തന്നെ ചെയ്യണം. ഇപ്പോഴത്തെ പ്രധാന ടാസ്ക് എന്ന് വെച്ചാൽ വണ്ടി ഇറക്കി കിളി വെക്കുന്ന പരിപാടിയാണ്. റോഡ് പണി കഴിഞ്ഞതിന് ശേഷം റോഡിന് ഒരുപാട് പൊക്കമായപ്പോഴത്തേക്ക് പലക ആശ്രയിക്കേണ്ടി വന്നു. ഈ പലക മാറ്റിയൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ എന്തൊരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് കടന്നു. റോഡിലുടനീളം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഉത്സവകാലം ആണെന്നുണ്ടെങ്കിൽ പറയേണ്ടതില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിനൊരു കുളിർമയും സന്തോഷം. ഭാഗ്യവശാൽ വീടിനടുത്ത് ഉച്ചയായപ്പോൾ ഓട്ടം കിട്ടും. എന്തായാലും കയറി ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ഞാൻ വരുമ്പോഴത്തേക്ക് ഉരുപ്പുകൾ വന്നിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ ബാഗ് കുറഞ്ഞ് പുറത്തേക്ക് ഒരു ഓട്ടോ. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളോ ടിവിയോ അല്ലെങ്കിൽ മൊബൈലും. വൈകുന്നേരം പിന്നെ അവളുമായിട്ട് വായെ കുറിച്ച് കുറച്ചേരം സ്വട പറഞ്ഞിരുന്നു. പിന്നെ ഉരുപ്പുകളുടെ കൂട്ടത്തിൽ ഞാൻ പറയുന്ന അനുസരിക്കുന്ന ഏക വ്യക്തിയാണ്. എന്റെ സൗണ്ട് കേട്ട വീടിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും പുള്ളിക്കാരി പാഞ്ഞെത്തും. വാക്കറി നടക്കാൻ തുടങ്ങിയതിനു ശേഷം പാപ്ചായ പിന്നെ അവതാനം നിസ്കരിക്കാനൊന്നും സമ്മതിക്കത്തില്ല. സന്ധ്യയായി കഴിഞ്ഞാൽ 5 ഉരുപ്പുകളോടെ കിടന്ന് കുടുംബത്തോട് ബഹളാവുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് പാപ്ച കഥ അടച്ചിട്ടിരിക്കുന്നത്. അതിൽ ഒരു ഭയവും ഇല്ലാതെ ഇന്നാമയാണ് കഥ തുറക്കുന്നത്. പുറത്താണെങ്കിൽ നല്ല മഞ്ഞുണ്ട്. വയലിലാണ് ഇരത ഇടാൻ വേണ്ടി ഒരു ആശ നിൽക്കുന്നതാണ്. നല്ല ഇട്ടായതുകൊണ്ട് തന്നെ വീഡിയോയിൽ വ്യക്തമായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്ത് നോക്കിയത്. ഇതിലും അത്ര വ്യക്തമല്ല, നല്ല ആളെ കാണാൻ പറ്റും. ഇപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.